ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽ സർക്യൂട്ട്. നമ്മൾ നോക്കാൻ പോകുന്ന ബ്ലം, നമ്മൾ മൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്ലം എന്ന് പറയുന്ന ബോട്ട് ഹാക്കായി എന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജും കമൻറ്റൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ ഇത് ഹാക്കായോ എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മളെ ഗെയിമിലേക്ക് അല്ലെങ്കിൽ ബ്ലമ്മിലേക്ക് കയറുമ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് ആണുള്ളത്. ഇവിടെ നിങ്ങൾക്ക് എല്ലാം മാറിയത് കാണാൻ പറ്റും. നമ്മളുടെ ഐക്കണിലൊക്കെ ഒരു ഗ്രാഫിറ്റി ചെയ്തിട്ടുണ്ട്. ഗ്രാഫിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, സ്പ്രേ പെയിൻറ്റും ഉണ്ട്. ആർട്ടിസ്റ്റുകൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഗ്രാഫിറ്റി. ഓക്കെ, അതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കും. നിങ്ങൾ ഹോളിവുഡ് മൂവീസിലൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടാവും. നമ്മൾ വാളിലൊക്കെ ഗ്രാഫിറ്റി ചെയ്യുന്നത്, അതുപോലെ തന്നെ വണ്ടികളുടെ മേലെ ഗ്രാഫിറ്റി ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് എന്താണ് വ്യത്യാസങ്ങൾ വന്നത് നോക്കാം. ജസ്റ്റ് ആദ്യത്തെ ചേഞ്ച്, നമ്മളുടെ അവതാറിൽ ഒരു ഗ്രാഫിറ്റി ചെയ്തിട്ടുണ്ട്, ഒരു സ്മൈലീൻ്റെ. അതുപോലെ തന്നെ ഡ്രോപ്പ് ഗെയിം എന്ന് പറയുന്ന ഒരു ഗ്രാഫിറ്റി ഇവിടെ കാണാം. പ്ലേ എന്ന് പറയുന്ന ഗ്രാഫിറ്റി കാണാം. ടാസ്കിലേക്ക് വന്നാലും ചെറിയ ചേഞ്ചസ് ഒക്കെ ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. അതിനുശേഷം ഫ്രണ്ട്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രണ്ട്സിലും ഇവിടെ ഗ്രാഫിറ്റിയും കാര്യങ്ങളും ബാക്ക്ഗ്രൗണ്ടൊക്കെ ചേഞ്ച് ആയതൊക്കെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ശരിക്കും ഹാക്ക് തന്നെയാണോ? ഇനി നമ്മൾ ഗെയിം പ്ലേ അടിച്ച് നോക്കി അവിടെ നിന്ന് വ്യത്യാസം ഉണ്ടോ നോക്കാം. പ്ലേ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈമറിൻ്റെ കളറൊക്കെ മാറിയത് കാണാൻ പറ്റും. ഇവിടെ ഒരു പർപ്പിൾ കളറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം ഈ ഒരു പർപ്പിൾ ലോഗോസ്, അല്ലെങ്കിൽ പർപ്പിൾ കളറിലെ ലെക്റ്റേഴ്സ് നമ്മൾ മാക്സിമം കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ഗെയിം കഴിഞ്ഞിട്ടുണ്ട്. ഗെയിം കഴിഞ്ഞപ്പോൾ തന്നെ പുതിയ ആനിമേഷനും കാര്യങ്ങളും ഒരു ഗ്രാഫിറ്റി ടൈപ്പിൽ, പുതിയൊരു ടൈപ്പിലാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പുറകിൽ ഗ്രാഫിറ്റിയും കാര്യങ്ങളും പുതിയ ഇമേജസും കാര്യങ്ങളൊക്കെ കാണാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗെയിം നിങ്ങൾ കളിക്കരുത്, കാരണം നിങ്ങളുടെ ടിക്കറ്റ് വളരെ വാല്യുബിളാണ്. ഇപ്പോൾ അതൊരിക്കലും സ്പെൻഡ് ചെയ്യരുത്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഒരു ടിക്കറ്റ് കളഞ്ഞത്. ഈ ഒരു ടിക്കറ്റ് സേവ് ചെയ്ത് വെക്കുക. ഭാവിയിൽ ഇതിന് എക്സ്പയറി ഡേറ്റ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ഞാനത് ചിലവാക്കാനുള്ള ഒരു വീഡിയോയും അതുപോലെ തന്നെ ടെലഗ്രാമിലൊക്കെ തന്നെ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ നിലവിൽ ചിലവാക്കേണ്ട, ഫ്യൂച്ചറിൽ നമുക്ക് ഈ ടിക്കറ്റ് കൊണ്ട് വളരെയധികം കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഗെയിമൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇതൊരു ഹാക്ക് കാര്യങ്ങളൊന്നുമല്ല. അതുപോലെ തന്നെ നമുക്ക് ഗെയിം ഓപ്പൺ ചെയ്യുമ്പോൾ വേറെ ആനിമേഷനും കാര്യങ്ങളുണ്ട്. അവിടെ നിന്ന് തന്നെ നമുക്കിത് ഹാക്കാണോ അല്ലേ എന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ ഞാൻ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്, ലോഞ്ച് ബ്ലം ക്ലിക്ക് ചെയ്തു. അപ്പോൾ പുതിയ ആനിമേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും പുതിയ ആനിമേഷൻ. അതുപോലെ തന്നെ ബ്ലം എക്സ് പോക്രാസ് എന്ന് പറയുന്ന ഒരു താഴെ ഒരു ക്യാപ്ഷനും കാണാൻ പറ്റും. ബ്ലമ്മിൻ്റെ ബോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ബ്ലം വാസ് ഹാക്ഡ് ബൈ പോക്രാസ് ലംബാസ് എന്ന് കാണാം. അതിൻ്റെ തൊട്ട് താഴെ തന്നെ റിവീൽ ദി ട്രൂത്ത് എന്നും എഴുതിയിട്ടുണ്ട്. അടുത്തൊരു ഇമേജ് നോക്കുകയാണെങ്കിൽ ഡിഫൻസ് മിഷൻ, അതുപോലെ തന്നെ മോർ ഗെയിംസ് ആൻഡ് ബ്ലം പോയിൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ഇമേജും കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ പോക്രാസ് ലംബാസ് എന്താണെന്ന് സെർച്ച് ചെയ്ത് നോക്കിയാലോ. പോക്രാസ് ലംബാസ് എന്ന് പറയുന്ന ഒരു ഹാക്കിംഗ് കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ ഒരു ഹാക്കറോ അല്ല. അദ്ദേഹം എന്ന് പറയുന്നത് ഒരു റഷ്യൻ ഗ്രാഫിറ്റി ആർട്ടിസ്റ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മളെ ബ്ലമ്മും ഈ ആർട്ടിസ്റ്റും തമ്മിലുള്ള ഒരു കൊളാബറേഷനാണ് ഇപ്പോൾ ബ്ലമ്മിൻ്റെ ബോട്ടിൽ വന്നിരിക്കുന്നത്. അല്ലാതെ ഹാക്കും കാര്യങ്ങളൊന്നുമല്ല. എല്ലാവരും ഇതുപോലെ പോക്രാസ് ലംബാസ് എന്ന് സെർച്ച് ചെയ്ത് എന്താണിത് എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു ഹാക്കഡ് എന്ന് പറഞ്ഞാൽ ആൾക്കാരൊക്കെ പാനിക് ആക്കാനുള്ള ഒരു മൂവ് മാത്രമാണ്. ഒരു പ്രൊമോഷൻ ഇവൻറ്റ് അല്ലെങ്കിൽ ഒരു പരസ്യം എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ഡിഫറൻറ്റ് അപ്രോച്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ പോക്രാസ് ലംബാസ് എന്ന് പറയുന്ന സെർച്ച് കൂടുകയും അദ്ദേഹത്തിൻ്റെ പേജിലേക്കുള്ള ട്രാഫിക്കുകൾ കൂടുകയും ചെയ്യും. അതിനുവേണ്ടി പോക്രാസ് ലംബാസ് എന്ന് പറയുന്ന ആർട്ടിസ്റ്റും അതുപോലെ തന്നെ ബ്ലമ്മും തമ്മിലുള്ള ഒരു കൊളാബറേഷനാണ് ഇത്. നിങ്ങൾക്ക് പോക്രാസ് ലംബാസ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയാസ്, ഇൻസ്റ്റഗ്രാം, ട്വിറ്ററൊക്കെ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഇദ്ദേഹം ഒരു NFT ആർട്ടിസ്റ്റ് മാത്രമാണ്, അല്ലാതെ ഹാക്കറോ കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ നിങ്ങൾ ഇത് ഹാക്കാണോ കാര്യങ്ങളോ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സിംപ്ലി നമ്മൾ സാധാരണ പോകുന്ന പോലെ തന്നെ ക്ലെയിം ചെയ്യുക, ഫാം ചെയ്യുക, ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്നും ക്ലെയിം ചെയ്യുക, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇതിൽ എക്സ്ട്രാ അപ്ഡേറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ വീഡിയോസ് അധികമായിട്ട് ചെയ്യാത്തത്. അപ്പോൾ ഇത് ഇൻവൈറ്റ് ഓൺലി ആണ്. ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ലിങ്ക് ഓൾറെഡി ഫുള്ളാണ്. 10 ആൾക്കേ ഒരാളുടെ ലിങ്ക് നിന്ന് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ജോയിനിങ് ലിങ്ക് കിട്ടാൻ എന്ത് ചെയ്യുക, നമ്മളുടെ ട്വിറ്ററിലേക്ക് പോവുക. ഞാൻ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ നമ്മളുടെ കമ്മ്യൂണിറ്റി തന്നെയുള്ള കുറേ ആൾക്കാർ അവിടെ ബ്ലമ്മിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നിങ്ങൾക്ക് കയറാം. ഇനി നിങ്ങൾ ബ്ലമ്മിൽ ഓൾറെഡി മൈൻഡ് ചെയ്യുന്ന ആളാണെങ്കിൽ, നിങ്ങൾക്ക് ഇതൊരു ഇൻവൈറ്റ് ഫുള്ളായിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലിങ്ക് നമ്മളുടെ ട്വിറ്റർ പോസ്റ്റിൻ്റെ അടി കൊണ്ടുപോയിടുക. അപ്പോൾ പുതിയതായിട്ട് വരുന്ന യൂസേഴ്സിന് അവിടെ നിന്ന് കയറാനും പറ്റും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്കും, ബ്ലം മൈൻഡ് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. അവർക്ക് ഈ ഒരു ഇൻഫർമേഷൻ ജസ്റ്റ് എത്തിച്ചു കൊടുക്കുക. വെറുതെ എല്ലാവരും പാനിക് ആവുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇൻഫർമേഷൻ എല്ലാവരിലേക്കും ഒന്ന് പാസ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് കൃത്യസമയത്ത് കിട്ടാനായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യസമയത്ത് എത്തുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ യു സൂൺ. ബൈ.